വെയില് താന്നിട്ട് ഇറങ്ങിയ പോരാ അമ്മാവ. അല്ല, ഇറങ്ങട്ടെ. എവിടെ നമ്മുടെ കുട്ടി? മാലതി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി എന്നാ. സോമൻ ഇപ്പൊ തന്നെ അവളെ കൂടെ കൂട്ടിയെ കൊള്ളാന്നുണ്ട്. ഏട്ടനെ ഞാൻ ഇന്നലെ കൂടി ഫോൺ ചെയ്തല്ലേ, ഒരു സൂചനകളും തന്നിരുന്നെങ്കിൽ ഞാൻ അപ്പഴേ പറയായിരുന്നില്ലേ. 42 വയസ്സ്, ജോലിയില്ല, ഒരു മണ്ണാങ്കട്ടില്ല, വെറുതെ വായിലൊക്കെ കിടക്കണത്. ഒരു പൊടിക്ക് കിറുക്കുണ്ടോന്ന് കൂടി സംശയമുണ്ട്. സോമന് ഇപ്പൊ കിറക്കൊന്നുമില്ല. ആഹാ, അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നു. ഇതുപോലൊരു കാട്ടുമുക്കിന് എന്റെ മോനെ കെട്ടിക്കാൻ അങ്ങനെ വലിയൊരു താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല, ഉള്ളത് പറയാലോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റും? ഈ തെങ്ങും പറമ്പ് എത്ര വരും കോന്ന? അതെ കോന്ന, പറമ്പളക്കാനൊന്നും നിൽക്കണ്ട. ഞങ്ങൾ കുറച്ച് കാശ് എഴുതിയിട്ടുണ്ട്, അത് പൊന്നായിട്ട് ഇവളുടെ കയ്യിലും കഴുത്തിലും ഇട്ടങ്ങ് തരും. അതിപ്പോ ഇത്ര എന്നൊന്നുമില്ല. അക്കരയ്ക്ക് കെട്ടിക്കാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അല്ലേ കളപ്പേട്ട? അതല്ല വേല ഇതട്ടാ, ചെറുക്കൻ ഗൾഫാ. എന്ത് ഗൾഫ്? 10-20 കൊല്ലം തേനെ മുത്തേന്ന് പോറ്റി വലുതാക്കിയ കുട്ടി അങ്ങോട്ട് തരുമ്പോ ന്യായമായിട്ടും കാശ് ഇങ്ങോട്ട് തരേണ്ടത്. അതുപോട്ടെ, 2 പെൺകുട്ടികൾ ഉണ്ടായപ്പോന്റെ പേരില് നാളെ കേരളപ്പേനെ റോഡിലിറങ്ങി തെണ്ടാനൊന്നും പറ്റൂല. ഇവൻ ഏതാ? ഇത് വേലായുധൻ. കല്യാണ പെണ്ണിന്റെ ആരായിട്ട് വരും? ഈ കുടുംബത്തോട് സ്നേഹവും ഉത്തരവാദിത്തവും ഉള്ള ഒരാളായിട്ട് വരുമെന്ന് കൂട്ടിക്കോ. എന്താ പറ്റില്ലേ? നന്നെടുത്തേ, ഇത് ശരിയാവില്ല. നമുക്ക് വേറെ ആളാണോ? കേരളപ്പേട്ട, നമ്മുടെ കുട്ടിയെ ഇവർക്ക് കൊടുക്കുന്നില്ല, അവരോട് പോകാൻ പറ. ഇതാണോടോ സ്നേഹ ഉത്തരവാദിത്വം? ഇതകത്തോണ്ട് വെക്കേ. ഇതെന്താ വിളിച്ചു പറ്റി അവൻ? അപ്പൊ നീ മിണ്ടോ? ഇവനെ വിളിച്ചോളാം.